प्यारे बच्चों, आदाब, नमस्ते, सर्वोदय। आज हमारा दूसरा यूनिट का नाम है फितरत का साथ दे। फितरत का साथ दे क्या मायना है? फितरत का साथ, फितरत क्या है? പ്രകൃതി. സാത്ത് എന്ന് പറഞ്ഞാൽ കൂടെ, പ്രകൃതിയോട് കൂടെയാണ് ഇനി നമ്മുടെ ഒരു യാത്ര. നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റ് പ്രകൃതിപരമായിട്ടുള്ള, പ്രകൃതിയോട് കൂടെ ചലിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാഠഭാഗമാണ് അല്ലേ? ആ ചിത്രം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ? ടെക്സ്റ്റ് ബുക്കിലെ പിക്ചറൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഈ അതിലെ ഒരു ആദ്യ യൂണിറ്റിലേക്ക്, അതിനു മുമ്പ് അതിൻ്റെ താഴെ 2 ചോദ്യം കൊടുത്തിട്ടുണ്ടല്ലേ. അഗർ യഹാം പേഡ് നഹീം ഹോത്തോ ക്യാ ഹോത്ത. നല്ലൊരു അർത്ഥവത്തായ ചോദ്യമാണത്. യഹാം പേഡ് നഹീം ഹോത്തോ ക്യാ ഹോത്ത. ഒരു പക്ഷേ ഇവിടെ മരങ്ങളൊന്നും ഇല്ലെങ്കിൽ എന്താ ഇക്കാരം സംഭവിക്കുക? ഫിത്രത് കോ ഹം കൈസെ ബച്ചാ സക്തേ ഹെ. ഈ പ്രകൃതിയെ നമ്മൾ എങ്ങനെയാണ് സംരക്ഷിക്കുക അല്ലേ? ഇപ്പം നാട്ടിൽ മരങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ മരങ്ങളൊക്കെ നല്ല കട്ടിയുള്ള മരങ്ങളൊക്കെ എന്ത് ചെയ്യണം? മുറിച്ച് ഒഴിവാക്കുക അല്ലേ? അപ്പോൾ നമ്മൾ നാട്ടിൽ ഈ മരങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഈ പ്രകൃതിയെ സംരക്ഷിക്കാൻ നമ്മൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? അതാണ് ഇതിൽ 2 ചോദ്യം. പ്രകൃതിയോട് കൂടെ അണയണമെന്നുണ്ടെങ്കിൽ പ്രകൃതി ഉണ്ടാവണം നാട്ടിൽ. പ്രകൃതി വേണം അല്ലേ? പ്രകൃതിയെ താങ്ങി നിർത്തുന്ന മരങ്ങളും ചെടികളും കാടുകളും ഒക്കെ നമുക്ക് അത്യാവശ്യമാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കാര്യമാണ്, ഒരു പാഠഭാഗമാണ് നമ്മൾ ആദ്യം തന്നെ എടുക്കാൻ പോകുന്നത്. അതിലെ ഒന്നാമത്തെ മൊഡ്യൂള് എന്ന് പറയുന്നത് കാഗസ് കി കഷ്തി എന്ന് പറയുന്ന പാഠഭാഗമാണ്. കാഗസ് കി കഷ്തി എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കടലാസ് തോണി. കാഗസ് കടലാസ്, കഷ്തി എന്ന് പറഞ്ഞാൽ വഞ്ചി, തോണി എന്നൊക്കെ നമ്മൾ പറയും. കാഗസ് കി കഷ്തി എന്ന് പറഞ്ഞാൽ കടലാസ് തോണി. ओके, दरसी किताब में देखिए, सुबह का वक्त था, ठंडी ठंडी हवाएं चल रही थी. സുബഹ് കാ വക്ത് ത എന്ന് പറഞ്ഞാൽ എന്താ? രാവിലെ, അതിസുന്ദരമായ രാവിലെ. ठंडी ठंडी हवाएं चल रही थी. എന്ത് ചെയ്യും? നല്ല തണുത്ത കാറ്റ് ഒക്കെ വീശിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം, അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പിന്നെ അതിനിടയിലാണ് ജഫർ അലി സുബഹ് സവേരെ ജാഗുഡ. നമ്മളെ ഈ പാഠഭാഗത്തിൻ്റെ ഒരു പ്രധാന കഥാപാത്രം, പ്രധാന കിർദാർ കമാന കഥാപാത്രം, ഒരു പ്രധാന കഥാപാത്രമാണ് ആര്? ജഫർ അലി എന്ന് പറയുന്ന ആള് സുബഹ് സവേരെ ജാഗുഡ. രാവിലെ തന്നെ എന്ത് ചെയ്തു? എഴുന്നേറ്റു. ആജ് 20 साल के बाद वह अपने बेटे इरफान के साथ अपना पुराना गाँव देखने जा रहा था. ഇന്ന് 20 വർഷങ്ങൾക്ക് ശേഷം ജഫർ അലി പറയാണ്, 20 വർഷങ്ങൾക്ക് ശേഷം തൻ്റെ മകനോട് കൂടെ, മകനാണ് ഇർഫാനോട് കൂടെ തൻ്റെ ആ പഴയ നാട്ടിലേക്ക്, ഗ്രാമത്തിലേക്ക് ഇയാൾ പോകാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. 20 വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ നാട് വിട്ടിട്ട് മറുനാട്ടിലേക്ക് വന്ന ഒരു വ്യക്തിയായിരുന്നു ജഫർ അലി. അങ്ങനെ 20 വർഷങ്ങൾക്ക് ശേഷം അയാൾ എന്ത് ചെയ്യാണ്? തൻ്റെ മകനെ കൂട്ടിയിട്ട് തൻ്റെ ബർത്ത് പ്ലേസ് ആയിരുന്ന ആ ഗ്രാമത്തിലേക്ക് ഇയാൾ പോവുകയാണ്. ഇർഫാൻ കോ ബി അബ്ബാ ജാൻ കാ പുരാന ഗാവ് ദേഖ്നെ കാ ബഡാ ഷൗഖ് ത. ഇർഫാൻ ആണെങ്കിലോ ഉപ്പാൻ്റെ വീട്ടിലേക്ക് പോവുക, ഉപ്പാൻ്റെ ഗ്രാമത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ, ഉപ്പാൻ്റെ നാട്ടിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ വലിയ താല്പര്യമുള്ളൊരു വിഷയമാണ് അല്ലേ? ഇപ്പം നമ്മുടെ നാട്ടിൽ പല ആളുകളും എന്ത് ചെയ്യുന്നുണ്ടാവും? അന്യ നാട്ടിൽ വന്നിട്ട് ജോലി ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെയല്ലേ? ഗൾഫിൽ പിന്നെ 2 വർഷം കൂടുമ്പം, പക്ഷെ മറ്റൊരു രാജ്യത്തേക്ക് നമ്മൾ, മറ്റൊരു നാട്ടിലേക്ക് താമസിക്കുകയാണെങ്കിൽ അവിടുന്ന് നമ്മൾ തിരിച്ചു വരുമ്പോൾ എന്ത് ചെയ്യും? ഒരു 10-20 വർഷമൊക്കെ കഴിഞ്ഞ് നമ്മളെ സ്വന്തം നാട്ടിലേക്കൊക്കെ തിരിച്ചു പോകുമ്പോൾ
അത് മക്കൾക്കൊക്കെ കാണാൻ വലിയ താല്പര്യമായിരിക്കും അല്ലേ. ആ അപ്പോൾ അതുപോലെ തന്നെ ഈ ഇർഫാൻ എന്താണ്, തൻ്റെ ഉപ്പാടെ ഗ്രാമം കാണുക എന്ന് പറഞ്ഞാൽ വലിയ താല്പര്യമായിരുന്നു. അപ്പോൾ ആ ദിവസം ഇന്ന് എത്തിക്കണം 20 വർഷങ്ങൾക്ക് ശേഷം. ബീഗം സെ അൽ വിദാ കഹ്കർ ദോനോ റവാന ഹുയി. ഇർഫാൻ്റെ ഉമ്മാനോട് എന്ന് വെച്ചാൽ ജഫർ അലിയുടെ ഭാര്യയോട് യാത്രയൊക്കെ പറഞ്ഞുകൊണ്ട് അവരെന്ത് ചെയ്യണേ, അവൻ്റെ നാട്ടിലേക്ക് ഉപ്പാടെ നാട്ടിലേക്ക് വരികയാണ്. शहर से निकल कर गाड़ी गाँव की तरफ चल रही थी. പട്ടണത്തിൽ നിന്നും പുറപ്പെട്ട് തൻ്റെ വാഹനം തൻ്റെ ഗ്രാമത്തിൻ്റെ ഭാഗത്തേക്ക് ചലിക്കാൻ തുടങ്ങി. സടക്ക് की दोनों तरफ बड़े बड़े पेड़ दिखाई दे रहे थे. റോഡിൻ്റെ 2 ഭാഗത്തും വലിയ വലിയ മരങ്ങൾ കാണപ്പെടാൻ തുടങ്ങി. ദൂർ ദൂർ തക് പൈലേ ഹുയേ കേത്ത്. നല്ല വിശാലമായി പരന്നു കിടക്കുന്ന വയലുകളും. കേത്തുമേം ഹരേ ബരേ ധ്യാൻ കെ പൗതെ. കേത്ത് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, പിന്നെ പച്ചപ്പ് നിറഞ്ഞ വയലുകൾ, ചെടികളും, ഗോതമ്പിൻ്റെ അരികളും നെല്ലുകളും ചെടികളുമൊക്കെ. പാനി സെ ബരേ നദി നാലെ. വെള്ളം കൊണ്ട് നിറഞ്ഞ പുഴകളും തോടുകളും. നദി നാലോമേ മച്ചലി പക്കടിനെ ഔർ കേലിനെ കോതിനെ വാലേ ബച്ച്. പിന്നെ പുഴകളിലും തോടുകളിലുമൊക്കെ മീൻ പിടിച്ചുകൊണ്ടും അതുപോലെ കളിച്ചുകൊണ്ടും നടക്കുന്ന കുട്ടികൾ. ഒന്ന് ആലോചിച്ച് നോക്കി അങ്ങനത്തെ ഒരു സങ്കല്പം അല്ലേ. തോട്ടിലും പുഴയിലൊക്കെ പോയിട്ട് മീൻ പിടിക്കുക, ചാടി കുളിക്കുക, ഇതൊക്കെ പറയുമ്പോൾ എന്തോ ഒരു രസമായിരുന്നു. ये देखकर जफर अली को अपने बचपन का ज़माना याद आया. ഇതൊക്കെ കണ്ടപ്പോൾ നമ്മുടെ ജഫർ അലിക്ക് തൻ്റെ കുട്ടിക്കാലം ഇങ്ങനെ ഓർമ്മ വരും. വാഹ് ക്യാ ഹൂബ് സമാനാത്ത. എന്തൊരു നല്ലൊരു കാലമായിരുന്നു അത്. ഓ ബാരിഷ് ക പാനി. മഴയത്തുണ്ടായിരുന്ന വെള്ളം. ഓ കാഗസ് കി കഷ്ടി അല്ലേ. മഴവെള്ളത്തിൽ മഴ പെയ്യുമ്പോൾ കടലാസ് തോണി കൊണ്ട് കളിച്ചിരുന്ന ഒരു കുട്ടിക്കാലം ജഫർ അലിക്ക് ഇങ്ങനെ ഓർമ്മ വരികയാണ്. അപ്പോൾ തൻ്റെ കുട്ടിക്കാലത്തേക്കുള്ള ഒരു യാത്ര ജഫർ അലി അവിടെ വെച്ചിട്ട് ചെയ്യുകയാണ്. ടീക്കേ. അപ്പോൾ എല്ലാവരും ആ പാഠഭാഗം ഒന്ന് വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഷെക്ക് ഉണ്ടെങ്കിൽ പറയുക. इतनी कहकर आज का क्लास ख़त्म हुआ है. शुक्रिया.